ചട്ടം 300 അനുസരിച്ചുള്ള പ്രസ്താവന ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ ക്ഷേമം, കായികം, വഖഫ്, ഹജ്ജ്, തീർത്ഥാടന വകുപ്പ് മന്ത്രിക്ക് സംസ്ഥാനത്തെ കായിക നയം സംബന്ധിച്ച ഒരു പ്രസ്താവന നടത്താവുന്നതാണ്. സർ, കളി എന്നത് കേവലം വിനോദത്തിനപ്പുറം അതീവ ഗൗരവമുള്ള വിഷയമായി മാറിക്കൊണ്ടിരിക്കുക. ഈ കാലഘട്ടത്തിൽ ഇതിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ കായിക രംഗത്ത് ഉണ്ടാവേണ്ടതുണ്ട്. കായിക പ്രവർത്തനങ്ങളും ശാരീരിക ക്ഷമതാ പ്രവർത്തനങ്ങളും ഒരു നിലവാരമുള്ള സമൂഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അടയാളമാണ്. മത്സരങ്ങളും മെഡലുകളും എന്നതിനപ്പുറം കായിക പ്രവർത്തനങ്ങൾ മുഴുവൻ ജനങ്ങളുടെയും അവർ ഉൾപ്പെടുത്തേണ്ടതും അവർ ഏർപ്പെടേണ്ടതും ഒന്നായിട്ടാണ് ഇന്ന് ലോകം കാണുന്നത്. ഈ ഒരു തിരിച്ചറിവ് ഇന്ന് ലോകത്തിനുണ്ടായിട്ടുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ രാജ്യത്തിനാകെ മാതൃകയാകുന്ന തരത്തിലുള്ള അതോടൊപ്പം തന്നെ കായിക രംഗത്ത് മാറ്റങ്ങൾ അനിവാര്യമാക്കുന്ന രീതിയിൽ ഒരു കായിക നയം വേണമെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിൻ്റെ ആദ്യഘട്ടമായാണ് സമ്പൂർണ്ണ കായിക നയം രൂപപ്പെടുത്തിയത്. രാജ്യത്ത് ആദ്യമായി സമ്പൂർണ്ണ കായിക നയം രൂപീകരിച്ച സംസ്ഥാനമായി കേരളം മാറി. കായിക മികവിലേക്ക് കേരളത്തെ എത്തിക്കുന്നതിനോടൊപ്പം കായിക സമൂഹത്തിന് മാത്രമല്ല പൊതുസമൂഹത്തിനൊന്നാകെ കായിക മേഖലയിലുള്ള സമീപനത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഉതകുന്ന തരത്തിൽ കൂടിയാണ് കായിക നയം തയ്യാറാക്കിയത്. കാലാനുസൃതവും ഭാവി സാഹചര്യങ്ങൾ ഉൾക്കൊള്ളാൻ പര്യാപ്തമായ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ഒരു നയമാണ് രൂപീകരിച്ചിട്ടുള്ളത്. ക്രിയാത്മക ചർച്ചകൾക്കും പഠനങ്ങൾക്കും ശേഷമാണ് ഈ നയം തയ്യാറാക്കിയത്. കായിക മേഖലയെ പൂർണ്ണമായും പുതിയ തലത്തിലേക്ക് ഉയർത്താൻ കഴിയുന്ന നിർദ്ദേശങ്ങളാണ് നയം മുന്നോട്ട് വെക്കുന്നത്. പൊതുജനാരോഗ്യം കായികക്ഷമതയും ഉറപ്പുവരുത്തുന്ന നവകായിക കേരള സൃഷ്ടിയാണ് അടിസ്ഥാനപരമായി നയം ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും സ്പോർട്സ്, എല്ലാവർക്കും ആരോഗ്യം എന്നതാണ് നയത്തിൻ്റെ അടിസ്ഥാന തത്വം. ആയതിന് കായിക ശാരീരിക ക്ഷമതാ പ്രവർത്തനങ്ങൾ ഓരോ പൗരൻ്റെയും അവകാശമാക്കുക എന്ന സവിശേഷ നിർദ്ദേശം ഈ നയം മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്രായ, ലിംഗ, പ്രാദേശിക തൊഴിൽ ഭേദമോ സാമ്പത്തിക പരിഗണനകളോ ഇല്ലാതെ എല്ലാവർക്കും പങ്കാളികളാകണം സ്പോർട്സ് എന്നതാണ് നയത്തിൻ്റെ പ്രധാന പരിഗണന. കമ്മ്യൂണിറ്റി സ്പോർട്സ് എന്ന ആശയം നടപ്പാക്കുന്നതിലൂടെ മുഴുവൻ ജനങ്ങളുടെ വെൽനസ് ബാധകമാകും. അതിനായി ഫിസിക്കൽ ആക്ടിവിറ്റികളും കായിക മത്സരങ്ങളും പ്രചരിപ്പിക്കാൻ ഈ നയം നിർദ്ദേശിക്കുന്നു. ഫിസിക്കൽ ലിറ്ററസി പ്രായഭേദമന്യേ എല്ലാവർക്കും ലഭ്യമാക്കും. നയത്തിൻ്റെ ലക്ഷ്യങ്ങൾ സമൂഹത്തിൻ്റെ എല്ലാ തട്ടിലേക്കും എത്തിക്കാൻ ഒരു വികേന്ദ്രീകൃത പദ്ധതിയാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. പഞ്ചായത്ത്, മുനിസിപ്പൽ സ്പോർട്സ് കൗൺസിലുകളുടെ രൂപീകരണം ഈ ലക്ഷ്യത്തോടെയാണ് നടന്നിട്ടുള്ളത്. കൂടാതെ പ്രൊജക്റ്റ് 1000 എന്ന പദ്ധതിയിലൂടെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഒരു കായിക പദ്ധതിയെങ്കിലും നടപ്പിലാക്കുക എന്നതും ഉറപ്പുവരുത്തുന്നു. പ്രതിഭകളെ കണ്ടെത്തുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും നയം മുൻതൂക്കം നൽകുന്നു. ശാസ്ത്രീയമായ സെലക്ഷനും പരിശീലന രീതികളും വഴി ലോക നിലവാരമുള്ള താരങ്ങളെ വളർത്തിയെടുക്കാനുള്ള വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ കായിക നയത്തിലുണ്ട്. സ്കൂൾ തല സ്പോർട്സിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുകയും പ്രൈമറി തലം മുതൽ സ്പോർട്സ് നിർബന്ധമാക്കേണ്ടതിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ നയം. കായിക പാഠ്യപദ്ധതി നിലവിൽ വരുന്നതോടെ കൃത്യമായ ഒരു കായിക അടിത്തറ രൂപപ്പെടുത്തുകയും അത് വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനത്തിലും ആരോഗ്യപരമായ ജീവിതശൈലിയിലും തൊഴിൽ തിരഞ്ഞെടുപ്പിലും പ്രധാന പങ്കുവഹിക്കുകയും ചെയ്യും. കായിക സമ്പദ്ഘടന വികസിപ്പിക്കുക എന്നതാണ് പുതിയ കായിക നയത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. ഇന്ത്യയിൽ ആദ്യമായാണ് കായിക മേഖലയെ സമ്പദ്ഘടനയുടെ ഭാഗമാക്കുന്നുള്ള ശ്രമം നടക്കുന്നത്. കായിക രംഗത്ത് ശക്തമായ സാന്നിധ്യം ഉറപ്പുവരുത്തിയ വികസിത രാജ്യങ്ങൾ കായിക മേഖലയെ സമ്പദ് വ്യവസ്ഥയുടെ ഭാഗ്യമായി മാറ്റിയിട്ടുണ്ട്. കായിക താരങ്ങൾക്കും കായിക അനുബന്ധ വ്യവസായങ്ങൾക്കും സമൂഹത്തിനും മൊത്തത്തിൽ പ്രയോജനം ചെയ്യുന്ന ഒരു സുസ്ഥിര കായിക വ്യവസ്ഥ സൃഷ്ടിക്കാനും കായിക രംഗത്തെ സാമ്പത്തിക സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും ഈ പുതിയ കാൽവെപ്പ് ലക്ഷ്യമിടുന്നു. മറ്റു മേഖലകളും വിഭാഗങ്ങളെയും സാധ്യമാക്കുന്ന തലങ്ങളിൽ
കായിക രംഗത്തെ സംയോജിപ്പിക്കുന്നതിലൂടെ പുതിയ വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കപ്പെടും. കൂടുതൽ കായിക വിനോദസഞ്ചാരത്തിന് പുതിയ മാനങ്ങൾ നൽകാനും കായിക അനുബന്ധ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ഈ ചട്ടക്കൂട് ഊന്നൽ നൽകുന്നു. നമ്മുടെ കായിക അടിസ്ഥാന സൗകര്യങ്ങൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താനുള്ള മാർഗങ്ങൾ നയത്തിൽ വ്യക്തമായിട്ടുണ്ട്. പരമാവധി കായിക താരങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ ഈ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയണം. ഒപ്പം പൊതുജനാരോഗ്യം സംരക്ഷണത്തിന് ഇവ ഫലപ്രദമായി ഉപയോഗിക്കണമെന്നും നയം നിഷ്കർഷിക്കുന്നു. കായിക രംഗത്തെ പുതിയ സാങ്കേതിക വിദ്യകളും ഗവേഷണങ്ങളും നൂതനാശയങ്ങളും നമ്മൾ സ്വീകരിക്കുകയും കായിക വിനോദ വ്യവസായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയും വേണം. സ്പോർട്സ് ടെക്നോളജി, സ്പോർട്സ് മാനേജ്മെൻറ്റ് എന്നിവ സ്പോർട്സ് സയൻസ് രംഗങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകും. ഇതിലൂടെ ഈ രംഗങ്ങളിൽ നമുക്ക് ആവശ്യമായ മനുഷ്യ വിഭവശേഷി ഇവിടെ തന്നെ സൃഷ്ടിക്കാൻ കഴിയും. കായിക മേഖലയ്ക്ക് ലോകത്തെ മികച്ച മാതൃകകൾ പഠിക്കാനും പ്രയോഗത്തിൽ വരുത്താനുമുള്ള പ്രതിജ്ഞാബദ്ധത നയത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഊന്നി പറയുന്നുണ്ട്. സ്വകാര്യ സംരംഭങ്ങൾ, സഹകരണ മേഖല, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർക്കാർ വകുപ്പുകൾ തുടങ്ങിയവയുടെ പങ്കാളിത്തത്തിലൂടെ വിവിധ പ്രവർത്തനങ്ങളും പദ്ധതികളും നടപ്പിലാക്കണം. കായിക ഉൽപ്പന്ന നിർമ്മാണത്തിലും സാങ്കേതിക വിദ്യയിലും സംസ്ഥാനം സ്വയം പര്യാപ്തമാകണം. കായിക മേഖലയിൽ സ്റ്റാർട്ടപ്പുകളുടെയും സംരംഭകരെയും പരമാവധി പ്രോത്സാഹിപ്പിക്കും. NGOകൾ, സാമൂഹിക സംഘടനകൾ തുടങ്ങിയവയും കായിക മേഖലയിൽ കൂടുതലായി ഇടപെടാൻ കായിക നയം പ്രേരിപ്പിക്കുന്നുണ്ട്. വലിയ തോതിൽ തൊഴിൽ നൽകുന്ന ഒന്നായി കായിക മേഖലയെ വളർത്താനും ഈ രംഗത്തെ തൊഴിലവസരങ്ങൾ അടുത്ത 5 വർഷത്തിനകം 100% വളർച്ച നേടാനും പുതിയ നയം ലക്ഷ്യമിടുന്നു. ഒരു വർഷത്തിനകം ഏകദേശം 10,000 തൊഴിൽ സൃഷ്ടിക്കാമെന്ന് കണക്കാക്കപ്പെടുന്നത്. യുവജനങ്ങൾക്കിടയിൽ സ്പോർട്സ് കൂടുതൽ പോപ്പുലറാകുകയും കൂടുതൽ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന എന്ന ഉദ്ദേശത്തോടെ വളർന്നു വരുന്ന ഈ സ്പോർട്സ് മേഖലയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യവും നയം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത്തരത്തിൽ സമഗ്രമായ സമീപനം കേരളത്തെ ഒരു പ്രധാന കായിക ശക്തിയായി സ്ഥാപിക്കുക മാത്രമല്ല മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഒരു മാതൃകയായി മാറ്റുകയും ചെയ്യുന്നു. ഇത് കായിക സമ്പദ് വ്യവസ്ഥയുടെ രാജ്യവ്യാപകമായ പരിവർത്തനത്തിന് ഉത്തേജനമാകും. ഈ കായിക നയം ഫലപ്രദമായി നടപ്പാക്കുന്നതിലൂടെ ആരോഗ്യ, ശാരീരികക്ഷമതയും സാമൂഹിക പ്രതിബദ്ധതയുമുള്ള ഒരു ജനത സൃഷ്ടിക്കപ്പെടും. ജനജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും സ്പർശിക്കുന്ന ഒന്നായി കായിക മേഖല മാറും. ഇതോടെ ലോകത്തിന് തന്നെ അനുകരണീയമായ ഒരു കേരള കായിക മോഡൽ രൂപപ്പെടും. വിശാലമായ ഈ കാഴ്ചപ്പാട് ഉൾക്കൊള്ളുന്ന കായിക നയം സഭയുടെ മുന്നിൽ സമർപ്പിക്കും.